2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസത്തിനാണ് ഈ മേഖല ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനും അമേരിക്കയും അതിവേഗം ഒരു സംഘർഷത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ മേഖലയിലെ നയതന്ത്രജ്ഞർ എല്ലാം വിലയിരുത്തുന്നത്. യുദ്ധമല്ലാതെ ഇനി മറ്റൊരു പോംവഴിയും മുന്നിൽ ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഒത്തുതീർപ്പിനേക്കാൾ സാധ്യത യുദ്ധത്തിനാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും സൂചിപ്പിക്കുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിനെ മുഴുവനായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിനെ തുടർന്ന് ഈ മേഖലയിലുള്ള രാജ്യങ്ങളെല്ലാം സൈനിക തയ്യാറെടുപ്പുകൾ നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രദേശങ്ങൾക്ക് നേരെയും ശക്തമായ പ്രത്യാക്രമണം തങ്ങൾ നടത്തുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ജോർദാനിലടക്കമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ ഇടങ്ങളിലെ ഏകദേശം 20 സൈനിക താവളങ്ങളിലായി അമേരിക്ക താഡ്, പാട്രിയറ്റ് അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വ്യാപകമായി വിന്യസിച്ച് കഴിഞ്ഞുവെന്നാണ് വ്യക്തമാകുന്നത്. ഇറാൻ തുർക്ക്മെനിസ്ഥാൻ അതിർത്തിയിലും അർമേനിയയിലും അടക്കം ഇറാനോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ നിരവധി ഇടങ്ങളിൽ US സൈന്യം ഇതിനോടകം തന്നെ നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിലേക്കുള്ള രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഫോർഡും അതിൻ്റെ 3 ഡിസ്ട്രോയർ എസ്കോർട്ട് കപ്പലുകളും ഇതിനോടകം തന്നെ മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തിക്കഴിഞ്ഞു. ടെല്ലവീവിനെയും മറ്റ് ഇസ്രായേലി നഗരങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി ഇസ്രായേലിൻ്റെ തീരത്തോട് ചേർന്നായിരിക്കും ഇത് വിന്യസിക്കുകയെന്നാണ് വിലയിരുത്തുന്നത്. നിലവിലൊരു യുദ്ധമുണ്ടായാൽ തങ്ങളോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കണമെന്ന് ഇറാൻ ലെബനോനിലെ ഹിസ്ബുള്ള തീവ്രവാദികളോട് ആവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടിനെ തുടർന്ന് ഈ മേഖലയിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്ത് വന്നു. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയാൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും നൽകുക എന്നാണ് മുന്നറിയിപ്പ്. മധ്യസ്ഥർ വഴി ഹൂതികളോടും ഹിസ്ബുള്ളകളോടും ഇറാഖിലെ വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളോടും ഈ മുന്നറിയിപ്പുകൾ നൽകിയതായാണ് സൂചന. നിലവിൽ ഇറാൻ അമേരിക്ക സംഘർഷം ഒരു യുദ്ധത്തിലൂടെ മാത്രമേ തീരുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ മേഖലയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.